ओके भैया जाएगा. थैंक यू भैया, थैंक यू सो मच. ओके भाई चिकन करो. बोला अच्छे से जाओ ना. अच्छा से जाएगा. ഓക്കെ ഇതാണ്ടാ ഇവൻ്റെ കട. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. ഓക്കെ ഭയ്യ ദീദി ഓക്കെ ടീക്കേ. ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൈങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കൈങ് എന്ന് പറയണത് ആലോന്ന് മെച്ചൂക്ക പോണ റൂട്ടിലാണ്. ഇത് വന്നത് വെസ്റ്റ് സിയാങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെച്ചൂക്ക പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചതും ഈ ഒരു വില്ലേജിലാണ് കേട്ടോ. ഇവിടെ ഒരു കടയിലാണ് നമ്മൾ താമസിച്ചത്. ഏകദേശം 7 മണിയായിട്ടുള്ളൂ സമയം കേട്ടോ. ഇവിടെയൊക്കെ പെട്ടെന്ന് നേരം വെളുക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് അസ്തമിക്കുകയും ചെയ്യും കേട്ടോ സൂര്യൻ. സൂര്യൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല മനോഹരമായ വീടുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ വരെ നല്ല റൂട്ട് കിട്ടും. അത് ഇനി ഭയങ്കര മോശമെന്നാണ് കേട്ടോ കേട്ടേക്കണം. ഒരു പിടുത്തമില്ല. ഒരുപാട് വണ്ടികളൊക്കെ പോണ റൂട്ടാണ്. ഇതൊക്കെ മറ്റേ ഗ്രിഫിൻ്റെ വണ്ടികളാണ്. അപ്പോൾ ഇത് മൊത്തം ബോർഡർ റൂട്ടാണല്ലോ. ഇവൻ്റെ കയ്യിലാണ് മൊത്തം. കുറച്ച് എന്ത് പറയാൻ എൻ്റെ തോന്നല്ല. ഇവിടേക്ക് ഇങ്ങനെ കോട വന്നിരിക്കണേട്ടാ ഫുള്ള്. ഇനിയിപ്പോൾ കോട മൊത്തവും പോവും. ഇപ്പോഴാണ് വെയിൽ വന്നേട്ടാ. അവിടെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. പിന്നെ അതെ ഇനി മെച്ചൂക്കയിലേക്ക് ഏകദേശം 130 കിലോമീറ്റർ കേട്ടാ. ടാറ്റോ 80 കിലോമീറ്റർ, പിന്നെ പെനേന്ന് പറഞ്ഞാൽ 47 കിലോമീറ്റർ. പിന്നെ ഇവിടുന്ന് മണിഗോങ് എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അത് വേറെ ഡീവിയേഷനാണ്. അങ്ങോട്ടൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. നല്ല രീതിയിൽ ഇവിടെ ടൈം എടുക്കും നമുക്ക് കണ്ടിറങ്ങി വരാൻ വേണ്ടി. മെച്ചൂക്ക വന്ന ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം വരാനാണ് ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ കാലാവസ്ഥ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നോക്കി ഈ ഒരു മലനിരകളൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ മക്കളെ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട് കേട്ടോ. നമ്മൾ കയറിയാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറക്കവും കിട്ടാണ്ട്. ഈ കാണുന്ന കേട്ടോ സിയൂം എന്ന് പറഞ്ഞ റിവർ. കയറി ഉപ്പാട് ഇളകിയേട്ടാ. അമ്മാതിരി കയറ്റമാണ്. പിന്നെ സൈക്കിളൊന്നും വലിയാണല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. സിയൂം റിവർ കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മനോഹരമായ മലനിരകളും. ഇടയ്ക്കിടയ്ക്ക് വണ്ടികളും വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട്, അത്യാവശ്യം പോകുന്നുണ്ട് കേട്ടോ മെച്ചൂക്കയിലേക്ക്. അത്യാവശ്യം ബൈക്കേഴ്സിനൊക്കെ ഉണ്ട്, പിന്നെ ട്രാവലറിനൊക്കെ പോകുന്ന ആൾക്കാരെയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോന് ഒരു രക്ഷയില്ലാട്ടാ മക്കളെ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഇപ്പൊ ചെറിയൊരു ഇറക്കം കിട്ടിയേട്ടാ. ഇനിയിപ്പോ ഈ റൂട്ടൊക്കെ മാറോട്ടാ. ഇനി ഇത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ ഏതാണ് പറഞ്ഞു കേട്ടത്. കട്ടിങ് കിടപ്പുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് ഓഫ് റോഡും കാര്യങ്ങളെന്ന് പറഞ്ഞത്. വലിയ വലിയ ട്രക്കുകളൊക്കെ പോണ റൂട്ടും കൂടെ കേട്ടാ ഇത്. നേരെ ഇവരൊക്കെ മിക്കവാറും പോണത് മെച്ചൂക്കയിലേക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതൊരു സ്ഥലം പറഞ്ഞായിരുന്നു. വേറൊരു ബോർഡർ സൈഡാണ്, അങ്ങോട്ടേക്കൊക്കെ പോകാറുണ്ടെന്നാട്ടാ പറഞ്ഞത്. ഇവിടെ നാട്ടാ റോഡിൻ്റെ പണി തുടങ്ങണത്. ഇത് കണ്ടില്ലേ, മേലിലേക്കൊക്കെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കട്ടിങ് വന്നതാണ്, അങ്ങോട്ടേക്ക് റോഡില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. മിക്കവാറും വരും കുറച്ചാൾ കഴിയുമ്പേ. നല്ല കയറ്റമുണ്ട് കേട്ടോ മക്കളെ. നമ്മൾ വിചാരിക്കണം ഏതാ വെയില്ല. ഇതൊന്ന് കൂടി തോന്നണ്ട ചൂട്. 12:30. എന്നാലും നോർമലി ഉള്ള പോലത്തെ വെയിലല്ല, ഇത് കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കട്ടെ. ഇവിടുത്തെ നമുക്കൊട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥയാണ് ഇവിടെ. ഇതൊക്കെ ഇവിടേക്ക് ഇങ്ങനെ കട്ടിങ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കണത്. ഇനി ഒന്നും കൂടെ വീതി കൂട്ടും കേട്ടോ. ഈ റോഡിൻ്റെ അവസ്ഥ നോക്കി, ഒരു വലിയ വണ്ടി കറക്റ്റായിട്ട് പോണ ഒരു റൂട്ടാണ്. പക്ഷേ 2 വണ്ടി വന്നു കഴിഞ്ഞാൽ കുറച്ച് പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ റോഡും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കാൻ വേണ്ടി ഇവർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എന്തോ കുറച്ച് ഭാഗമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതാണ് ഈ കാണുന്നത് കേട്ടോ. ഉണ്ടല്ലേ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇനി പോണ റൂട്ടിലൊക്കെ മെയിനായിട്ട് ഈ കട്ടിങ് മാത്രമേ ആയിരിക്കുള്ളൂ കേട്ടോ. ഇവിടെ ഒരുപാട് വർഷമായിട്ട് കട്ടിങ് നടക്കണമെന്നാണ് പറഞ്ഞത്. മിക്കവാറും ശരിയാവും കേട്ടോ. പിന്നെ മഴക്കാലത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഫുള്ള് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ റോഡൊക്കെ ഭയങ്കര സീനായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളെ ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുമെന്ന് പറയാണ്ട്.
നമ്മൾ ടാക്സിങ് ഒക്കെ പോയ ടൈമിൽ റോഡ് ബ്ലോക്ക് ചെയ്തില്ലേ, അതേപോലത്തെ ഒരു റോഡ് ബ്ലോക്ക് ഇവിടെയും ഉണ്ടെന്നാണ് കേട്ടേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല റോഡ് വീതി കൂട്ടണതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കട്ടിങ്ങും അതുപോലെ പലയിടത്ത് കട്ടിങ് നടക്കാത്തടുത്ത് ബ്ലാസ്റ്റിങ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും. എവിടെയൊന്നും അറിയില്ല കേട്ടോ, കുറച്ച് ദൂരം പോകാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ, ഭയങ്കര മനോഹരമാണ് ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി. ഇതേപോലത്തെ റൂട്ട് തന്നെയാണ് നമ്മൾ ടാക്സിങ്ങിൽ പോയപ്പോഴും. നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റോട്ടെ ഇവിടെ നിന്ന്, പക്ഷേ നോമ്പായതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടിക്കാതെ കേട്ടാ. നോക്കിയേ എൻ്റെ മോനെ, ആ ഒരു മലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നേട്ടാ. ഇതിൻ്റെ മേലിലൊക്കെ വേറെ ഏതോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ഒഴുകി ഒഴുകി വന്ന നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ്. എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ, സൈക്കിള് നനഞ്ഞ് ഈ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് നല്ല രീതിയിൽ തെറിക്കണ്ട കേട്ടോ. അതുപോലെ ഇത് നോക്കിയേ എൻ്റെ പാൻറ്റും ഷൂ ഒക്കെ നനഞ്ഞ് ചെയ്തട്ടാ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഇവിടം വരെ പോയുള്ളൂ, ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് പോകാൻ കഴിയട്ടാ. ഇപ്പം ഏകദേശം 1 മണി കഴിഞ്ഞുള്ളൂ. ഒരുപാട് വണ്ടികൾ വന്നും പോയും കൊണ്ടിരിക്കണ്ട കേട്ടാ ഈ റൂട്ടിൽ. ഇതാണ് മക്കളെ പമ്മയെന്ന് പറഞ്ഞൊരു വില്ലേജ് കേട്ടാ, ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ പോണ റൂട്ടിൽ കണ്ടൊരു കാഴ്ച കേട്ടാ. ഇതാണ് നമ്മൾ പോണ റൂട്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാ വില്ലേജ് വരുന്നത്. അതുപോലെ തന്നെ അങ്ങോട്ടേക്കൊക്കെ എന്തോ റോഡുണ്ട്, അത് എങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടാ. ടൂട്ടിങ്ങിലേക്ക് വേറെ റൂട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും ഒരു കട്ടിങ് വന്നേക്കും കേട്ടോ ടൂട്ടിങ്ങിലേക്കൊക്കെ പോകാൻ വേണ്ടി. ഇതാണ് വില്ലേജ്. പമ്പയെന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ ഒരു മനോഹരമായ ഒരു വില്ലേജാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് കൃഷിയാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ ഇവിടെയുള്ള വീടുകൾ നോക്കിയേ, ഇതൊക്കെ ഫുള്ള് മേലി ഓല മേന പോലത്തെ വീടാണ് കേട്ടോ. പുല്ല് വെച്ച് വൈക്കോലും പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയൊരു വീടാണ്. അവിടെ ഒരു അമ്മൂമ്മയും ഒരു കൊച്ചും നിൽക്കണം നോക്കിയേ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ആരോഗ്യം കേട്ടോ. അതായത് നല്ല പ്രായമുള്ള ദീദിമാരാണെങ്കിൽ പോലും ഇവരൊരുപാട് ലോഡും ചുമന്നിട്ടൊക്കെയാണ് മലമുകളിൽ കയറി പോണേ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ ഉണ്ട്, ബോയിൽഡാണ് കൂടുതലും കഴിക്കണം. അപ്പോൾ ആ ഫുഡിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഫുഡിൽ നിന്ന് നല്ല രീതിയിൽ ഇവർക്ക് എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല രീതിയിൽ തളർന്നേട്ടാ. ഇവിടെ അടുത്ത് ഗ്രാമങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് ദൂരം പോകേണ്ടി വരും കേട്ടോ. കുറച്ചധികം ദൂരം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രാമം കിട്ടുള്ളൂ. തളർന്ന ആകെ ഇടങ്ങേറായി. നമ്മളിരിക്കുന്ന സ്ഥലം നോക്കി ഇതാണ്ടാ, ഇവിടെ ഒന്നുമില്ല. ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണേക്കണ കുറച്ച് പാറക്കല്ലുകളുണ്ട്. പിന്നെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറേ നേരം വണ്ടികളൊക്കെ പോയിട്ട് ഒരു പിടുത്തൂല കേട്ടോ. വെയിലൊന്നുമില്ല കേട്ടോ, നല്ല കയറ്റമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റമുണ്ട് കേട്ടോ. പിന്നെ നോമ്പും കൂടെയാണ്, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത ഏതെങ്കിലും ഗ്രാമം കിട്ടണമെങ്കിൽ ഇന്ന് അവിടെ ടെൻ്റ് അടിക്കാനാന്ന് വെച്ച്. അപ്പോൾ ഇൻഷാല്ലാ നോക്കാട്ടോ. തളർന്നിരിക്കണ കേട്ടോ, അതുകൊണ്ടാണ്. भैया आपका नाम क्या है? मेरा मिंटू देवनाथ। मिंटू देवनाथ। हाय भैया, आपका नाम क्या है? मेरा विपुल देवनाथ। विपुल देवनाथ। हाय भैया। भैया का भाई है। अच्छा ओके, आप लोग कहाँ से हो? हम आसाम से। असम से। अभी कहाँ जाएगा? अभी हम मिल जाएगा तातो। तातो। अच्छा, मिलने के लिए बहुत अच्छा होगा। मैं भी रास्ता से आया, यहाँ से नीचे से आया, ऊपर जाएगा। आप लोग बहुत बार घूमते रहते हैं ना यहाँ में? रास्ता कैसे हो भैया? बहुत खराब है, पूरा ऑफ रोडिंग है। जैसे 2 लाइन भी है, अब यहाँ से थोड़ा दूर आप ऐसे मिलेगा, उसका बाद पूरा काटिंग है। अच्छा 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 अच्छा, पूरा ऑफ रोडिंग है। अच्छा, मिलने के लिए बहुत अच्छा होगा भैया। ठीक है, फिर भी मिलेंगे रास्ता में। ओके ठीक है भैया। आप जाने से जा सकते हैं, हमका गाड़ी में नहीं, मेरे को घूमते घूमते जाने का प्लान किया था, बट आप लोग मेरे को खाने के लिए इनवाइट किया था, बट मेरे को रोज़ा होगा इसलिए तो खा भी नहीं सकता है। बट अब तो मेरे को हाँ, बट आप लोग मेरे को इनवाइट करने के लिए बहुत अच्छा होगा। थैंक यू भैया, थैंक यू सर। ഓക്കെ ഭയ്യ. ഇവരെ അന്വേഷിക്കണ്ടാട്ടാ. ഇവരെന്നോട് പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വന്നു, പക്ഷേ നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാനോട് പറഞ്ഞിട്ടാ. ഇവരോട് പറഞ്ഞു പാർസലൊക്കെ ആക്കി തരാം, പക്ഷേ കൊണ്ടുവന്ന് നടക്കൂല, കാരണം എങ്ങനെ ക്യാരി ചെയ്യണം. ഇത് നോക്കി നിറച്ച് സാധനങ്ങളാണ് ഇതിൽ, അപ്പം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല കേട്ടാ. നല്ല ആൾക്കാരട്ടാ പാകൾ. അപ്പോൾ ഇവരെന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ നല്ല ആൾക്കാരാണ്, അസമിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ചെറിയൊരു ഇറക്കം കിട്ടിയേട്ടാ. നമ്മൾ ഇന്നിപ്പോൾ നേരെ മെച്ചൊക്കെ പോണ റൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നൊരു കട്ടിങ് ഉണ്ട് കേട്ടോ. ടാറ്റോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിന്നൊരു കട്ടിങ് ഉണ്ട്. അതിൽ മണികാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റും, പിന്നെ മെച്ചൂക്കയിലേക്ക് പോകാൻ പറ്റും കേട്ടോ. രണ്ടും നല്ല സ്ഥലമെന്നാണ് പറഞ്ഞത്. മെച്ചൂക്ക നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ.
വളരെ മനോഹരമായ മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ. അങ്ങനത്തെ ഒരു സ്ഥലമെന്നാണ് കേട്ടേക്കണത്. ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഇൻഷാല്ലാ എന്തായാലും നോക്കാം. നല്ല ബെസ്റ്റ് റൂട്ടാണ് മക്കളെ. ഇത് നോക്കി അവിടെ നിന്നൊക്കെ വണ്ടി തന്നെ നോക്കി, നല്ല കിടിലൻ റൂട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല ഡ്രോൺ ഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയൊരു കിടിലൻ റൂട്ടാണിത്. ഒരുപാട് വലിയ വലിയ വണ്ടികളും ചെറിയ വണ്ടികളും എല്ലാ രീതിയിലുള്ള വണ്ടികളും പോകുന്നുണ്ട്. ആർമിയുടെ വണ്ടികളും പോകുന്നുണ്ട്, വലിയ വലിയ ട്രക്കുകൾ പോകുന്നുണ്ട്. അവിടെ നിന്ന് കണ്ടില്ലേ ആ കാണുന്നതാണ് കേട്ടോ, ഈ ടാങ്കറാണ് പെട്രോളിൻ്റെ. കിട്ടില്ല ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. അടിപൊളി റൂട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ റൂട്ടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് മെച്ചൂക്ക പോകുന്ന റൂട്ടാണ്. മെച്ചൂക്ക പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ ഒരു റോഡ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇപ്പം നമ്മൾ പോണ റൂട്ടൊക്കെ അല്ലേ ഏകദേശം കുഴപ്പമില്ലാത്തതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് മോശം റോഡ് വന്നത്. പക്ഷേ എല്ലാം നല്ല റൂട്ടും മോശം റോഡാണെങ്കിലും വല്ലാത്ത അഡ്വഞ്ചറാണ്, വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ നിന്ന് ഫീൽ ചെയ്യണം കേട്ടോ. എൻ്റെ കയ്യിൽ ഡ്രോണൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ നല്ല ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്തേനായിരുന്നു. നമ്മുടെ ഇതിൽ പരിമിതികൾ വളരെ കുറവാട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ നോമ്പുറക്ക് കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്നപ്പോഴും നമുക്ക് വന്നേക്ക് ഒരു ക്യാമ്പീന് മേടിച്ചേട്ടാ. ഒരു ബിആറുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മേടിച്ചത്. അതുപോലെ തന്നെ ഒരു ജ്യൂസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇതൊക്കെ വന്നവഴിക്ക് ഓരോരുത്തർ തന്നതാണ് കേട്ടോ. ഈ വെള്ളവും ഇതൊക്കെ ഓരോരുത്തർ വന്നവഴിക്ക് തന്നതാണ്. അപ്പോൾ വിളിച്ചേട്ടാ നമുക്ക് നോമ്പ് തുറക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ച് മക്കളെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമം കിട്ടിയിടാം. കുഞ്ഞു ഗ്രാമമാണ്. ഇവിടെ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും വളരെ സ്ലോ ആണ്. പിന്നെ ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു പ്ലേസാണ് നമുക്ക് കിട്ടിയത്. അതായത് ചെറിയൊരു ഏരിയയാണ് കിട്ടിയത്. ഞാനത് നാളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല, അപ്പോൾ വീഡിയോ എടുത്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ള ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചേട്ടാ. നമ്മളത് എല്ലാ ദിവസവും ഉണ്ടാക്കണതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലാണിട്ടത്. ഞാൻ അതേ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇല്ലേ നമ്മുടെ ഇതാണ് കേട്ടോ, മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മുടെ പവർ ബാങ്ക് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ഇട്ട് അടുത്ത ദിവസം വരാം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വന്ന റൂട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കാഴ്ചകളും നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസും എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാമെന്ന് വെച്ചാണ്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. പക്ഷേ ഓരോ എക്സ്പീരിയൻസും ഓരോ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ആൾക്കാർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റാക്കാൻ നോക്കാം.